ഒരു മകളെ മര്യാദയ്ക്ക് കെട്ടിച്ചയച്ച് ഒരുത്തന്റെ കൂടെ സുഖസുന്ദരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കെ രണ്ടു മക്കളുമുണ്ട്. അതിനിടയിൽ മറ്റൊരുത്തനുമായിട്ടുള്ള അവിഹിതം ഭർത്താവ് കാണുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റൊരുത്തനുമായിട്ട് കാണുന്നു. ഒരു മുൻ കാമുകനുമായിട്ട് എന്നു വേണ്ട അനവധി നിരവധി മകളുടെ ഇത്തരം കാമഭ്രാന്തുകൾ ഒരു മാതാവ് കാണുന്നു. ഒന്ന് കൂട്ടി വായിച്ചു നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് മറ്റൊരുവനിൽ നിന്നും പ്രശസ്തനായ കോടിപതിയായിട്ടുള്ള ഫെയിമായിട്ടുള്ള ഒരാളിൽ നിന്നും മകൾക്ക് ഗർഭമുണ്ടാകുന്നു. ആദ്യത്തെ ഗർഭം കോടികൾ കൊടുത്ത് അലസിപ്പിക്കുന്നു. രണ്ടാമത്തേത് എങ്ങനെയോ പോയി. മൂന്നാമതും ഗർഭിണിയായിരിക്കുന്നു. കളി കുറവല്ലല്ലോ. അപ്പോ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ മുറിയന്മാര് കാരണം അവരുടെ കാമകേളികളും ഇങ്ങനെ അവരുടെ കുട്ടികളെ ഉണ്ടാക്കാനുള്ള കഴിവും സമൂഹ മാധ്യമത്തിൽ വൈറലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ഓഫറുമാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഫാൻസും കൂടുതലാണ്. ഒരു മാതാവ് മകൾക്ക് അവിഹിത ഗർഭമുണ്ടാക്കി കൊടുത്തവനെ നേരിൽ വിളിക്കുകയും അവൻ തിരിച്ചു പറയുന്ന മറുപടിയും ഒരു ഓഡിയോ റെക്കോർഡായിട്ട് പുറത്തു വരണമെങ്കിൽ ഒന്നുകിൽ പറഞ്ഞവൻ റെക്കോർഡ് ചെയ്തിടണം. നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ കേട്ടവൻ റെക്കോർഡ് ചെയ്ത് പുറത്തിടണം. എന്തായിരുന്നാലും ഒരു തേർഡ് പാർട്ടി ഇവരുടെ ഫോൺ ഹൈജാക്ക് ചെയ്തതൊന്നും അല്ലല്ലോ. അപ്പൊ രണ്ട് പാർട്ടികൾക്കും രണ്ട് പാർട്ടികളെയും പരസ്പരം വിശ്വാസമില്ലാതെയാകുന്നു. അത് പോട്ടെ. മാതാവ് വിളിക്കുന്നു, എന്റെ മകൾക്ക് നീ ഗർഭമുണ്ടാക്കി കൊടുത്തല്ലേ ഉമ്മ, ഞാനത് വേണമെന്ന് പറഞ്ഞ് വിചാരിച്ച് ചെയ്തതല്ല, മോള് പിടിച്ചൊഴിച്ച് ഞെക്കിപ്പിഴിഞ്ഞൊഴിച്ചതാണ് എന്ന് ഒരു സമൂഹ മാധ്യമങ്ങളിൽ മാന്യനാണ് എന്ന് നടിക്കുന്ന ഒരുത്തൻ അവിഹിത ഗർഭമുണ്ടാക്കി കൊടുത്തവളുടെ ഭാര്യയോ മാതാവിനോട് സംസാരിക്കണമെങ്കിൽ അവരുടെ കൾച്ചർ എന്താണ് എന്നും ഈ മകളെ ഇതിനായിട്ട് ഈ മാതാവ് വിട്ടിരിക്കുകയാണോ എന്ന് സംശയിക്കുന്നതിലും കുഴപ്പമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ആ ഓഡിയോ കോളൊന്ന് കേട്ടു. അതിലേറെ വസ്തുത ഇത് പുറത്തുവിടുന്നത് ആരാ? എന്റെ രണ്ടു മക്കൾക്ക് ജന്മം നൽകിയ എന്റെ പ്രിയപ്പെട്ട ഫ്രോഡായിട്ടുള്ള കാമഭ്രാന്തു മൂത്ത എന്റെ ഭാര്യയുടെ വോയിസ് ആണ് എന്ന് പറഞ്ഞ് മുൻ ഭർത്താവാണ് ഈ വോയിസ് പുറത്തുവിടുന്നത്. അതും ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ് എന്നുള്ളൊരു ഡയലോഗ് നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ ഇതും ഇനി എന്താവും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോട്ടെ ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് ഇവളുടെ മാതാവിനോട് റസൂൽ പൂക്കുറ്റി പറഞ്ഞത്രേ, മോള് ചതിച്ചാണ് ഗർഭമുണ്ടാക്കിയത്, ഞാൻ വേണമെന്ന് വിചാരിച്ച് കുലുക്കി ഒഴിച്ചത്, നിർബന്ധിച്ചു പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ചു പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം ആവൂന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോട്ടെ ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ചു പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ചു പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് എടുത്തുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം കാലിവിടെ പോയി അവിടെ എല്ലാം മറ്റേ വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം ഇതന്നെ അന്നേരം നിങ്ങൾ ശരിക്കും എന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. നിങ്ങൾ പറഞ്ഞ കണക്ക് ശരിക്കും നിങ്ങൾ മറ്റേ ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേറെ ട്രാപ്പുകൾ പോലെ എന്നെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുകയാണോ അന്നേരം? ഇപ്പൊ കുറച്ച് മിനിറ്റ് മറ്റു പറഞ്ഞല്ലോ നിങ്ങള്. അത് സജിന നിർബന്ധിച്ച ഉമ്മ. ഞാൻ സജിനയുടെ ഉമ്മ ആ ഉമ്മയുടെ നിലവാരവും കൊള്ളാം. അതാ നമ്മൾ പറയുന്നത്. ഇല്ല, അഷ്കറിനെ ന്യായീകരിച്ചുകൊണ്ട് 1.5 വയസ്സുകാരനെ കൊന്നത് അഷ്കർ. അതിനു മുമ്പ് 4 പേരെ കൊന്നിട്ടുണ്ട്. ആ മകനു വേണ്ടി വക്കാലത്തുമായി ഉമ്മ വന്നു. എന്നിട്ട് കരഞ്ഞു വിളിച്ച് എന്റെ മോന്റെ പെടലി ഒടിച്ചു, എന്റെ മോന്റെ നട്ടെല്ല് ചവിട്ടി ഓടിച്ചു, പോലീസുകാര് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന കണ്ടു, എന്റെ മോൻ വെള്ളം കുടിച്ചോന്ന് എനിക്കറിയില്ല, എന്റെ മോന്റെ വായിൽ ആസിഡ് ഒഴിച്ചു കൊടുക്കാനാണ് ആളുകൾ പറയുന്നത്, ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങാറില്ല, ആളുകൾ എന്നെയും മകളെയും അടിച്ചു കൊല്ലുമെന്ന ഭയമാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോ ഞാൻ പറഞ്ഞിരുന്നു ആ വൃക്ഷത്തെ നോക്കിയിട്ട് ഫലത്തെ തിരിച്ചറിയാമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ സജിനയുടെ മാതാവ് റസൂൽ പൂക്കുട്ടിയെ വിളിച്ചിട്ട് മകൾക്ക് കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ആ വൃക്ഷം നോക്കി ഈ ഫലത്തെയും വിലയിരുത്തുന്നതിൽ തെറ്റില്ല.
ഇപ്പൊ കുറച്ച് മിനിറ്റ് മുമ്പ് പറഞ്ഞല്ലോ നിങ്ങള് അത് സജന നിർബന്ധിച്ച ഉമ്മ ഞാൻ സജനയുടെ ഉമ്മ എന്നോട് അവൾ പറഞ്ഞില്ല, പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിക്കോഷൻ എടുത്തതാണ് പറഞ്ഞത്. മറ്റേത് പോയി എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഞാൻ പറയുന്നുണ്ടല്ലോ, എനിക്ക് നിങ്ങളെ കുഞ്ഞിനെ എനിക്ക് ആവശ്യമാണ്, നമ്മൾ അത്രയും ആഗ്രഹിച്ചതാണ്, അന്നേരം പോയി എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. അത് ഞാൻ പറയുന്നുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് തെറ്റാണെങ്കിൽ ആൾക്കാർ പറഞ്ഞോട്ടെ. ഇത്രയും നാള് ഞാൻ നിങ്ങളോട് ജീവിച്ചില്ലേ, അപ്പം എനിക്ക് അത് എന്റെ അവകാശമാണത്. അത് ആ കുഞ്ഞുണ്ടായ സമയത്ത് ആദ്യത്തെ ഒരു കുഞ്ഞിനെ കാണും, രണ്ടാമതൊരു കുഞ്ഞ് പോയി. പക്ഷെ അതെനിക്കിനി വീണ്ടും എനിക്കൊരു പിടി ആ കുഞ്ഞ് മാത്രമാണ്. എനിക്കിനി ഒരു ജീവിതം വേറൊരാണുമായിട്ട് ഇല്ലാതാണ്. അപ്പം എനിക്ക് എന്തായാലും എന്റെ ലൈഫിൽ എനിക്ക് അവിടെ നിന്ന് സംസാരിച്ചു, നമ്മളെല്ലാം ഓക്കെ ആയതിനു ശേഷമാണല്ലോ ആ സംസാരം ഫിറോസ് പറഞ്ഞല്ലോ. ഞാനിപ്പം എന്റെ മെസ്സേജ് ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള സാധനങ്ങൾ ഇനി നിങ്ങൾക്ക് പറ്റത്തില്ല എങ്കിൽ അതായത് ഈ കുഞ്ഞ് അന്നമ്മ പറഞ്ഞ കണക്ക് ഇനി ഇത് നിങ്ങളുടേതാണോ എന്നുള്ളൊരു ഡൗട്ട് തോന്നുക, അതിനുള്ള റിസൾട്ട് ഞാൻ അത് എടുത്തു തരാം. അതും വേണമെങ്കിൽ നിങ്ങൾ ഇന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിൽ നാളെ നിങ്ങൾ അതും പറയും. അതും പറയുന്നുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നു. ഞാൻ നിന്നോട് ഒരു കാര്യം ശ്രദ്ധയോടെ കേൾക്കണം, ക്ഷമയോടെ കേൾക്കണം. എല്ലാവരും സംസാരിച്ച് ഇറങ്ങിപ്പോയതിനു ശേഷമാണ് നീ എന്നോട് ഈ കാര്യം പറയുന്നത്. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു. എന്ത് നിങ്ങളെ കുഞ്ഞു പോയുണ്ടോ? നീ അങ്ങനെ നിങ്ങളെ കുഞ്ഞു പോയെന്നോ? അത് ഞാൻ ചോദിക്കട്ടെ, ഹാപ്പി കിട്ടാൻ വേണ്ടിട്ടോ, നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടിട്ടോ? സങ്കടമല്ലല്ലോ എന്തായാലും വരാൻ പോകുന്നത് അതിനകത്ത്. ആ കുഞ്ഞു പോയെന്നുള്ള സങ്കടത്തില് റസൂൽ പൂക്കുട്ടി നമുക്ക് കരയല്ലല്ലോ ചെയ്യുന്നത്. അതെന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ അവിടെ. പഠിച്ച സാധനമാണ്. പലരെയും നന്നായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ആളുമാണ്. അതുകൊണ്ടാണ് റസൂൽ പൂക്കുട്ടി എന്ന് എടുത്തെടുത്ത് പറഞ്ഞത്. കാരണം വോയിസ് റെക്കോർഡ് ചെയ്യുക. അതിന്റെ ഇടയ്ക്കും ഈ കുഞ്ഞ് പോകുന്നതിന്റെ ഇടയ്ക്കും ഞങ്ങൾ ചോദിച്ചത്, ഞാനും എൻ്റെ അമ്മയും കൂടെ, ഈ കുഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് വേണം. അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ ഞാൻ ഒന്ന് പറഞ്ഞേനെ, അന്നേരം നിങ്ങൾ അപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞേനെ എന്ന് വിചാരിക്കുന്നത്. കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് യുഎഇ നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്റ്റ്, കുഞ്ഞിന് ഇത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാള് എന്റെ വീട്ടിൽ നിന്നാലും എന്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എന്റെ വീട്ടുകാരെന്ന് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നമ്മ എടുത്തും അന്നമ്മ ഇതുപോലെ സംസാരിച്ച സമയത്തും അന്നേരവും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇല്ല അന്നമ്മ എന്തായാലും ഇത്രയും തീരുമാനം ഞങ്ങൾ രണ്ടും തീരുമാനിച്ചിട്ടില്ല, ആ കുഞ്ഞിനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും എന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നെങ്കിൽ അന്ന് ഞാൻ ഇക്കാലത്ത് പറഞ്ഞ ഇക്കാലത്ത് പോയി എനിക്ക് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തരണേ, എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷേ നിങ്ങള് എന്റെ അടുത്ത് കാണിക്കുന്ന അതുകൊണ്ട് ഈ കുഞ്ഞു തന്നെ നീ എങ്കിലും ഒരു റിലേഷൻഷിപ്പില് പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യേണ്ട ഒരു എത്തിക്സ്, ഒരു രണ്ട് പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യുന്ന ഒരു സത്യസന്ധത അത് നീ കാണിച്ചിട്ടില്ല. എന്ത് കാണിച്ചിട്ടില്ല? നിങ്ങളുടെ സ്നേഹത്തോടല്ലേ എന്നോട് വന്നിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ അല്ലല്ല നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ട് ആയതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നു ശരി, പ്രൊട്ടക്ഷൻ എടുക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാൻ അത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു ട്രോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എന്നമ്മയ്ക്കറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിന് എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാ തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പൊ നമ്മള് കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ചു ഉള്ള അഴിമതി എല്ലാം ചെയ്തിട്ട് അള്ളാഹെ പിടിച്ചിടും. അത് കണക്ക് സാത്താൻ്റെ പ്രവൃത്തി ചെയ്തിട്ട് റസൂൽ എന്ന് പേര്. പിന്നെ അത് മാത്രമല്ല, ഇതെല്ലാം സംസാരിക്കാൻ നിന്റെ സാധനം എടുത്ത് എൻ്റെലോട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ഉമ്മ എടുത്ത് വെച്ച് എങ്ങനെ തോന്നുന്നു ഇവർക്കിത് പറയാൻ? പിടിച്ചത് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇൻജെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ബലമായിട്ട് ഇവിടെ കൊണ്ടുപോകാൻ. ഇപ്പൊ എന്റെ ഉമ്മ എടുത്ത് പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം നിങ്ങൾ പറഞ്ഞ ഡയലോഗ് അതിന് തൊട്ട് മുന്നേ പറഞ്ഞപ്പോ നിങ്ങൾ അത് പയ്യെ ട്രാക്ക് മാറ്റി.
അതിന് തൊട്ട് മുന്നേ നിങ്ങൾ ട്രാക്ക് മാറ്റി. ഉമ്മ മാറി നിൽക്കുവാണോ? പിന്നെ അതിന്റെ കാര്യം പറയട്ടെ. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥവും തന്തേന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്നത് നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ ആ കുഞ്ഞു പോയെന്ന്? എങ്ങനെ ഇതിനെ ഇല്ലാതാക്കും എന്നുള്ള ചിന്തയിൽ നടക്കുന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? എന്നിട്ട് എന്റെ അടുത്ത് ഡ്രാമ നല്ല കുഞ്ഞിനെ നമുക്ക് നോക്കാം. നിർബന്ധിക്കണ്ടല്ലോ, മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചിട്ടുണ്ടല്ലോ, എന്റെ വീട്ടുകാരെ കൊണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരിക്കലും എന്റെ വീട്ടുകാർ ചോദിച്ചപ്പോ ഞാൻ അതിന് ഉത്തരം അങ്ങോട്ട് പറഞ്ഞിട്ടേ അതിന് സാക്ഷിയാണ്. അത് ഉമ്മയുടെ കുഴപ്പമാണ്. അപ്പൊ എന്റെ ഉമ്മ അത് ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മച്ചി എന്നെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മയ്ക്ക് പേടി കാരണം ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ഉമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അന്നമ്മയോട് സംസാരിച്ച എന്ത് പറഞ്ഞത്? അത് ശരിയാണ്, നല്ല കാര്യം, അത് അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക, അത് വേണ്ടാന്ന് വെക്ക് എന്ന്. ഒരു കുഞ്ഞ് 2.5 മാസമായ നിങ്ങൾ അംഗീകരിച്ച് ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ് റസൂലെ, ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ്. അതാണ് എന്നെ ട്രിഗർ ചെയ്തത്. അത് ഞാൻ ഈ സമയത്ത് എനിക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ വിളിച്ചു ചോദിച്ച സാധനമാണ്. ആ സാധനമാണ് നിങ്ങൾ പറഞ്ഞത്. അന്നമ്മ നീ പറഞ്ഞു മനസ്സിലാക്കാം, കുഞ്ഞിന് നമുക്കിപ്പോ ശരിയാകത്തില്ല, നമുക്ക് വേണ്ട, അത് വേണ്ടാന്ന് വെക്ക് എന്ന് പറഞ്ഞ ആളടുത്ത് കുഞ്ഞ് മരിച്ചെന്ന് പറയണമെങ്കിൽ അത്രയ്ക്ക് നല്ലൊരു വ്യക്തി ആവണ്ടേ റസൂൽക്ക? നീ എന്നെ ഇപ്പൊ പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. ആയിക്കോട്ടെ, പോർട്രേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ മനസ്സിലായില്ല. അല്ലല്ല, എനിക്ക് മനസ്സിലായില്ല. എന്റെ ഇപ്പൊ ഞാൻ ഇന്ന തരത്തിലുള്ള ആളാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമമാണല്ലോ. അപ്പൊ അതാണല്ലോ നീ പറഞ്ഞ ആണോ? ഞാനാണോ ആക്കിക്കൊണ്ടിരിക്കുന്നത്? എന്ത് മനസ്സാക്ഷി? ഉടായ്പ ഡയലോഗ് അടിക്കല്ലേ? എന്ത് മനസ്സാക്ഷി? നിങ്ങൾ ഇപ്പോഴും ഉടായ്പ ഡയലോഗ് അടിച്ചു ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നീ പറഞ്ഞ കാര്യം കേൾക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ നിൽക്കുകയല്ലേ റസൂലക്ക? എന്റെ കൂടെ നിൽക്കാന്ന് പറയുന്നത് എന്നിട്ട് എന്റെ ആൾക്കാർക്ക് അങ്ങനെയല്ലല്ലോ. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്. ഞാൻ കോൺഫിഡൻസ് തരാം, നിങ്ങൾ എല്ലാവരും അവളോട് നിൽക്കും, നിങ്ങൾ ഒന്ന് വിളിക്കുക, അവളെ പോയി വാക്കുകൾ അവള് ശരി അവള് അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കണക്ട് ചെയ്യാൻ നോക്കാതെ എന്താ എന്റെ ഫ്രണ്ട്സിനെ എന്നെ മാറ്റി നിർത്താനല്ലേ നോക്കിയത്? അച്ചാനാവട്ടെ, ഷാലു ആവട്ടെ, നീ ആവട്ടെ, അന്നമ്മ ആവട്ടെ. അന്നമ്മ നിങ്ങൾക്ക് പക്ഷെ ഒരു കാര്യമുണ്ട്, അന്നമ്മയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ, അന്നമ്മയെ വിട്ടേക്ക്, അന്നമ്മയോടുള്ള കാര്യം വിട്ടേക്ക്. അന്നമ്മയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ, അന്നമ്മയെ വിട്ടേ. പക്ഷെ അച്ചായന്റെ അടുത്തും ദിയടുത്ത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അന്നമ്മയും ദിയയും കോൺഫിഡൻസ് ഉള്ളപ്പോഴാണ് ഞാൻ കാര്യം പറഞ്ഞത്. നീ ദിയോട് ചോദിച്ചു, ഏതെങ്കിലും ഒരു അവസരത്തിൽ ദിയോട് ചോദിച്ചു ഞാൻ എന്തെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടോ? അവളെ വിക്ടിമൈസ് ചെയ്യാൻ നിങ്ങൾ കൂട്ടുനിൽക്കുന്നത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പം നിങ്ങള് അവരുടെ അടുത്ത് നല്ല കുഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ഇനി അവരുടെ അടുത്ത് ഇത് ബോധിപ്പിച്ചേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി അവരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മൂവിങ് നമുക്ക് സംസാരിക്കാം. കാരണം നിങ്ങൾ കാണിച്ചൊരു കാര്യം ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കളിക്കാം. ഞാൻ ഈ റെക്കോർഡൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് സത്യാവസ്ഥ ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് കാണിച്ച സാധനം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുവാണ് കേട്ടോ. ശരി. ഇപ്പോൾ നിങ്ങൾ ഈ കേട്ട ഓഡിയോ ആണ് ശരിക്കും ഞാൻ പറഞ്ഞില്ല, 2 വിഷയങ്ങൾ ആണ് സജിന അത്രയും വലിയ മാനിപ്പുലേറ്റഡ് സ്റ്റോറി എന്ന് പറയാനുള്ള കാരണം എന്നുള്ളത്. ഒന്ന്, ആ പുള്ളിയുടെ മുഖം രക്ഷിക്കുക എന്നുള്ളത്, പുള്ളിയെ സേഫായിട്ട് നിർത്തുക എന്നുള്ളത്. 2 എന്ന് പറഞ്ഞത് ഈ ഓഡിയോ എനിക്ക് കിട്ടുമ്പോൾ ഈ ഓഡിയോ ഞാൻ സജിനയ്ക്ക് തന്നെ സജിനയുടെ ഉമ്മയുടെ മൊബൈലിലേക്ക് തന്നെ അയച്ചു. കാരണം ഞാൻ ഷോക്കായി പോയ കാര്യം, അവർ ഉമ്മായി കൂടി ഇതിനകത്ത് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഉമ്മായി കൂടെ കൂട്ടാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം അവരെ കുറ്റപ്പെട്ടിട്ട് കാര്യമല്ല, ഇവള് ആരെയും ട്രാക്കിലാക്കും. കാരണം അവളുടെ ആ താളത്തിനൊത്ത് തുള്ളിയില്ലെങ്കിൽ അവർക്കും അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് മോളല്ലേ, എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു പക്ഷേ ആയിരിക്കാം അത്. പിന്നെ ദോഷം പറയരുത്, മോനെ ആയാലും അവർക്ക് ഭയങ്കര സ്നേഹത്തോടെയാണ് നോക്കുന്നത്. കുഞ്ഞിന് ചിലവിന് കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യം അവൾ പറഞ്ഞിരുന്നു. ഇത്ര മനുഷ്യത്വരഹിതമായിട്ടാണ് അവൾ ഓരോ കഥകളും, കാരണം ഈ പ്രവർത്തികളെല്ലാം മനുഷ്യത്വരഹിതമാണ്. പക്ഷേ ഇതൊക്കെ എങ്ങനെ ചിന്തിക്കും? ദൃശ്യത്തിൻ്റെ കഥ പോലും ഇതിൻ്റെ മുന്നിലൊന്നുമല്ല. കാരണം ഇവളീ മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കുന്ന കഥയുടെ മുന്നിൽ കുഞ്ഞിന് എനിക്കെൻ്റെ ഏറ്റവും വലിയ ജീവനാണ്. ഞാൻ എറണാകുളത്താണെങ്കിൽ എല്ലാ വീക്കിലും അവനെ കാണാൻ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് കൊല്ലത്തേക്ക് വരുന്നത്. അവൻ്റെ വീക്കെൻഡ് അവൻ പഠിക്കുന്ന അവൻ്റെ ഒഴിവ് ദിവസങ്ങളെല്ലാം അവനായിട്ട് ഞാൻ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ അവന് വേണ്ടുള്ള എല്ലാ കാര്യം ഇപ്പം പറയാമെന്ന് നടക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അവന് കൊടുക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് അവന് വേണ്ടിയിട്ട് ഞാൻ അവർ ഉമ്മാക്ക് മാസം തോറും ഒരു ചെറിയ തുകയാണെങ്കിൽ അവർക്കൊരു ചെറിയ തുകയായിരിക്കും, അവർക്ക് ലക്ഷം ഇട്ട് കളിക്കുന്നവർക്ക് എൻ്റെ 1000 അവർക്ക് വലിയ വിഷയങ്ങളായിരിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഉള്ള രേഖകൾ GPയാണ് ഞാൻ ചെയ്യുന്നത്, അതൊക്കെ ഉണ്ട്.
അതൊക്കെ എൻ്റെ കിടക്കുന്നുണ്ട്. എന്നിട്ടാണ് അവൾ പറഞ്ഞ് ചിലവ് കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കില്ലെന്ന്. ഞാനിപ്പോഴും അവളടുത്ത് പറഞ്ഞത് കുഞ്ഞിനെ എനിക്ക് വിട്ടുതരും. ഞാൻ എൻ്റെ അടുത്ത് കാരണം ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പല ഭർത്താക്കന്മാരോട്ട് ജീവിക്കുന്നത്, അതിലൊരു കുഞ്ഞു വരും അതൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു, ഒരു മകൻ മെസ്സേജ് അയച്ചിരുന്നു, കുഞ്ഞിനെ എനിക്ക് തരുമോ, ഞാൻ ഇനിയിപ്പം കലയിലോട്ടൊന്നും തിരിച്ചിറങ്ങുന്നില്ല, കാരണം എൻ്റെ മാനസികാവസ്ഥ വേറെ രീതിയിലാണ്. ഇനി ഒരു കലയിലോട്ട് എനിക്ക് ഇറങ്ങാനുള്ള മാനസികാവസ്ഥ ഇല്ല. കുഞ്ഞിനെ ഞാൻ തന്നെ നോക്കിക്കോളാം, ഞാൻ നിന്ന് നോക്കിക്കോളാം. അവനെ എൻ്റെ കൂടെ തന്നെ അവനെ നിർത്തി അവനെ പഠിപ്പിച്ച് അവന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കാം. ഇനി അവന് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഇല്ല, അവിടെ അഡ്മിഷൻ എടുത്തെന്നൊക്കെ പറയുന്നു. ഞങ്ങളുടെ കുഴപ്പമില്ല, അഡ്മിഷൻ എടുത്താൽ ഞാനിവിടെ വേറെ അഡ്മിഷൻ എടുത്തോളാം അവനെ. കാരണം ഞാൻ കൂടെ നിന്ന് അവനെ കുറച്ചുകൂടെ അവന് ഹാപ്പിയാണെന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ കൊച്ചിപ്പോൾ അവളുടെ അടുത്ത് ആണെങ്കിൽ മാറ്റി പറയിപ്പിക്കുമായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല, പല കളിയും കളിക്കുമായിരിക്കും. അതായത് ഞങ്ങൾ രണ്ടുപേരും സജനയെ ഞാനോട്ടുള്ള ഈ ഒരു അവളൊന്ന് ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, അത് സെപ്പറേറ്റ് ആയ ഈ സമയത്ത് ഞാൻ ശരിക്കും എറണാകുളത്തേക്ക് പോയി. കാരണം എനിക്ക് അപ്പോഴേ വീട്ടിൽ നിൽക്കാൻ, ഓർമ്മകളിലേക്ക് ഒന്ന് നിൽക്കാനുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ എറണാകുളത്തേക്ക് പോകും. അപ്പോൾ ഇതിനിടയ്ക്ക് സജന പറയുന്നുണ്ടായിരുന്നു എന്താ ഡ്രഗ്സ് അഡിക്റ്റ് ആണ്, അത് സ്വന്തമായിട്ട് തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്ത് മീറ്ററിലാണോ പരിശോധിക്കുന്നത് അത് പൊട്ടിത്തെറിക്കും, അല്ലാതെ അതുകൊണ്ട് വേറൊരാളുടെ തലയിലല്ല ചായ്ക്കേണ്ടത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എണ്ണിപ്പോയ ഒരു കൈക്കുള്ള ഒരു 10 സിഗരറ്റിനകത്ത് കൂടുതൽ ഞാൻ വലിച്ചിട്ടില്ല. അതും പബ്ബിലൊക്കെ പോകുന്ന സ്റ്റൈലിഷായിട്ട് വലിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനീ പറഞ്ഞ കണക്ക് സജനയുമായിട്ടുള്ള പ്രശ്നത്തിന് ശേഷം ഞാൻ വീടും എല്ലാം ഉപേക്ഷിച്ച് എറണാകുളത്തേക്ക് വന്ന ഒരു സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും എറണാകുളത്തേക്ക് വന്നത്. ഞാൻ അവിടെ ഒറ്റപ്പെട്ട ഒരു വൈഫോട്ടിലായിരുന്നു ഒരു റൂമിൽ ഞാൻ താമസിച്ചിരുന്നു. അവിടെ വെച്ചിട്ട് ഞാൻ ആൽക്കഹോൾ കൺസംഷൻ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. കാരണം ജീവിതത്തോടുള്ള എല്ലാ പ്രതീക്ഷകളും വിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ജീവൻ തന്നെ കിടക്കുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ ആൽക്കഹോൾ കൺസംഷൻ നല്ല രീതിയിൽ ഓപ്പണായിട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ നോക്കൗട്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ സുഹൃത്തുക്കളും നമുക്ക് കുറച്ച് എറണാകുളത്തെ കുറിച്ച് നല്ല സുഹൃത്തുക്കളും നല്ലതും ചീത്തയുമായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പം ഇവന്മാർ എൻ്റെ ഈ വീഡിയോ മദ്യപിച്ചിട്ടുള്ള വീഡിയോ എടുത്തിട്ട് അതിനകത്ത് വോയിസ് ഓവറൊക്കെ ചെയ്ത് അവന്മാർ നമ്മുടെ തന്നെ ഒരു സർക്കിളിൽ അതായത് ഗ്രൂപ്പുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ, അതിനകത്ത് തന്നെ അവന്മാർ വീഡിയോ ഒക്കെ ഇടുകയൊക്കെ ചെയ്തിരുന്നു. ഇതേ വീഡിയോ തന്നെ ഞാനത് കണ്ടപ്പോൾ തന്നെ എനിക്കുള്ള സങ്കടം വന്നു. അയ്യോ, ഞാൻ ഇങ്ങനത്തെ ഒരു കൊല്ലത്തിൽ എനിക്ക് വല്ലാത്തൊരു ആ വീഡിയോ തന്നെ സജനയ്ക്ക് അയച്ചു കൊടുത്തു. ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത എന്നെ ഈ പരുവത്തിലാക്കിയത് നീയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവൾ അതിന് തിരിച്ചുള്ള മറുപടി ഒരു ഇമോജിയാണ്, ഒരു സ്മൈലിൻ്റെ ഇമോജി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നശിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാണെന്നുള്ളത്. ശരിക്കും ഞാൻ അപ്പോഴൊക്കെയാണ് അങ്ങനെയുള്ള സാധനങ്ങൾ പോലും അങ്ങനെയുള്ള ലഹരികളൊക്കെ വെറുത്തു തുടങ്ങിയത്. ഇപ്പം ഞാൻ ഗ്രാജുവലി അത് തീർത്തും ഇപ്പം അത് ഞാൻ ഉപയോഗിക്കാത്തായിരിക്കും. ശരി, കാര്യങ്ങൾ എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഭാഗം പറഞ്ഞു. ഇതിന് കുറച്ച് റെസ്പോൺസ് വന്നിട്ടുണ്ട്, നമ്മൾ അതുകൂടി നോക്കണമല്ലോ. നമ്മൾ പറഞ്ഞു പോകുക എന്നതിനേക്കാൾ ഉപരി മറ്റുള്ള ആളുകൾ ഇതിനെന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത്. കാരണം ഈ വിഷയം അറിയാൻ താല്പര്യമുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ടാകും, ഓഡിയൻസ് ഉണ്ടാകും, പബ്ലിക് ഉണ്ടാകും, മീഡിയ ഉണ്ടാകും. അപ്പോൾ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാം. സ്കിപ്പ് ചെയ്യുന്നൊന്നുമില്ല, ആദ്യത്തെ കുറച്ച് കമൻസ് മാത്രമാണ് നോക്കുന്നത് കേട്ടോ. എല്ലാം കൂടി നോക്കാനുള്ള സമയമൊന്നും നമുക്കില്ല. ന്യൂസ് ആയിട്ടുള്ളത് നോക്കാം. ഫിറോസ്, ഈ വഞ്ചകിയെ എങ്ങനെ സഹിച്ചു? വിശ്വാസം വരുന്നില്ല. ഒരു കുഞ്ഞിനെ വളർത്താൻ തന്നെ ആളുകൾ ബുദ്ധിമുട്ടുന്നു. അപ്പോഴാണ് ഇവിടെ 2, 3, 4 പൂക്കുട്ടി പ്രൊട്ടക്ഷൻ എടുക്കാൻ പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. ശരി, കപ്പ തിന്നാൻ വന്ന പന്നിയെ കപ്പയും കൂട്ടി തിന്നുന്ന മാറുന്ന ഫിറോസിൻ്റെ കുടുംബ പശ്ചാത്തലം പറയൂ. പിഴയാണല്ലേ, 17 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ്. അയ്യോ കഷ്ടം, എല്ലാം കണക്കാ. റസൂൽ ഇത്രയും വൃത്തികെട്ടവനായിരുന്നു, 3ഉം കണക്കാ. നിങ്ങൾ രക്ഷപ്പെട്ടത് ഭാഗ്യം. ഫീൽ ഫോർ യു ഫിറോസിക്ക. എല്ലാം വെടികളാണ്. പൂക്കുട്ടിയുടെ കുറ്റി തെറിച്ചു. അസലൊരു വേശ്യ. റസൂലിനെ ഹണി ട്രാപ്പ് കേസിൽ കൊടുക്കാൻ പ്ലാൻ. പാവം സമാധാനമായിട്ടിരിക്കുക. അച്ചായൻ അന്നമാര. പണ്ടും എനിക്ക് ഫിറോസിക്ക ഇഷ്ടമാണ്, ഇപ്പോഴത് കൂടി. ഓക്കെ, ഇവൾക്ക് നാണമില്ലയോ? ഇവനിക്ക് എന്തിനാണ് ഓസ്കാർ കൊടുത്തത്? നിങ്ങൾ വെറും പാവമാ. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. റസൂല് പെട്ടു. അവൾ 10 രൂപയുടെ ഒരു ഉറ വാങ്ങി ഇടുന്നതിൽ മടി കാണിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പൂക്കുറ്റി ഇൻ്റർവ്യൂകളിൽ ഫുൾ ഇംഗ്ലീഷാണല്ലോ സംസാരിക്കുന്നത്. ഇതിൽ പച്ച മലയാളത്തിലൊക്കെ യു ആർ ഗ്രേറ്റ് ഫിറോസിക്ക. സജന, നീ എന്താ എന്ന് നീ തന്നെ റെക്കോർഡ് ചെയ്തല്ലോ. ഇത് ദൈവത്തിൻ്റെ കളി. പൂക്കുറ്റിയുടെ കുറ്റി സൂപ്പറാണെന്ന് സജന. ഓക്കെ, കുഞ്ഞിനെ ഉണ്ടാക്കുന്ന മെഷീൻ സജന. പൂക്കുട്ടിയുടെ ഒക്കെ ഭാര്യയുടെ അവസ്ഥ. ചൈൽഡ് ലൈൻ കേസ് എടുക്കണം സജനയ്ക്കെതിരെ. കാമഭ്രാന്ത് മൂത്ത് കിടന്ന് സുഖിച്ചിട്ട് ഒന്നും അറിയാത്ത ജീവൻ്റെ. ഓക്കെ, ഇതൊക്കെ ഫിറോസിൻ്റെ പ്ലാനോട് കൂടിയാണോ അല്ലേ എന്നെനിക്ക് സംശയം തോന്നുന്നു.
ഫിറോസ്, നിങ്ങൾ ഒരു പരവെടിയിൽ നിന്നും രക്ഷപ്പെട്ടു, മകളെ കൂടി രക്ഷപ്പെടും. നിങ്ങൾ ഒരു പരവെടിയിൽ നിന്ന് രക്ഷപ്പെടുത്തു. ഓക്കെ. സമ്മറി ഇൻ എ വെരി ഫക്കിംഗ് പ്ലഗ് പ്രൊട്ടക്ഷൻ മസ്റ്റ്. ഫിറോസെ, ആ കുഞ്ഞ് നിൻ്റെയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ഫ്രോഡ് കുടുംബത്തിൽ നിന്നും നമ്മളിങ്ങനെ പറഞ്ഞു പോകുക എന്നതിനേക്കാൾ ഉപരി ഓഡിയൻസും ഇത് കണ്ടും കേട്ടും ഇരിക്കുവാണല്ലോ, അവർക്കും ഉണ്ടാകുമല്ലോ എന്തെങ്കിലുമൊക്കെ പറയാൻ. ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഇവരൊക്കെ വന്ന് കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്ന് പറയാം. അയ്യോ, ரொம்ப പ്രമാദം.